കേരള കോൺഗ്രസിന്റെ പറഞ്ഞപ്പോഴാണ് പാലായിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ആഹ്ലാദ പ്രകടനം, അതിനിടെ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. കാറ് തകർത്തു, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ കാറ് തകർത്തു എന്ന വാർത്ത. ഇപ്പോൾ ആ കാറിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ആഹ്ലാദ പ്രകടനവുമായി ജോസ് കെ മാണിയുടെ വസതിക്ക് മുന്നിലേക്ക് എത്തുന്നു. അവിടെ കല്ലേറ് നടത്തി എന്നൊക്കെയുള്ളതാണ്. ഏതായാലും അതിന് തൊട്ടു പിന്നാലെയാണ് സംഘർഷം ഉണ്ടായത്. ഇപ്പോൾ ഒരു കാറ് തകർത്തിരിക്കുന്നു. നിയന്ത്രണ വിധേയമാണ്. ഈ കരിങ്ങോഴക്കൽ വീടെന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായ, എത്ര ബജറ്റുകളൊക്കെ പുറത്തേക്ക് വന്ന ബൗദ്ധിക ശക്തി പ്രവർത്തിച്ച ഒരു വീട് കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു ആക്രമണം ഒരിക്കൽ പോലും ഈ കരിങ്ങോഴക്കൽ വീടിന് നേരെ ഉണ്ടായിട്ടില്ല. കെ എം മാണി ജീവിച്ചിരുന്ന ആ വീടിന് മുന്നിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അവിടെ UDF പ്രവർത്തകരൊക്കെ ആഹ്ലാദ പ്രകടനവുമായി അതുവഴി പോകുമ്പോഴാണ് ഈ അനിഷ്ട സംഭവം ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥയാണോ അതോ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? ദിലീപ് കുമാർ, നിയന്ത്രണ വിധേയമായിട്ടുണ്ട് കാര്യങ്ങൾ. അല്പസമയം മുമ്പാണ് ഈ സംഘർഷം ഉണ്ടായത്. അതായത് ഈ കരിങ്ങോഴക്കൽ വീടിൽ നിന്നും ഏകദേശം ഒരു 100-200 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വോട്ടെണ്ണൽ കേന്ദ്രമായിട്ടുള്ള കാർമൽ സ്കൂളിലേക്ക്. അവിടെ നിന്നും ഈ വിദ്യാ ആഘോഷവുമായി കടുത്തുരുത്തി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി UDF ജയിച്ച സ്ഥാനാർത്ഥി മോഹൻ ജോസഫും അതുപോലെ തന്നെ കേരള കോൺഗ്രസും UDF പ്രവർത്തകരും ഈ വീടിന് മുന്നിലൂടെയാണ് കടന്നുപോയത്. ആ സമയത്താണ് ചില വാക്കുതർക്കങ്ങൾ ആദ്യം ഉണ്ടാകുന്നു, ചില ചീത്തവിളികൾ ഉണ്ടാകുന്നു, തുടർന്ന് കല്ലേറ് ഈ വീട്ടിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അത് ചോദ്യം ചെയ്യാൻ വേണ്ടി കേരള കോൺഗ്രസ് പ്രവർത്തകർ വരുന്നു. രണ്ടു കൂട്ടരും തമ്മിൽ സംഘർഷമാകുന്നു. അവസാനം പോലീസിന് ലാത്തി വീശേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇതിനിടയിലാണ് ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോർജ് വൈസിന്റെ കാറ് ഒരു പ്രവർത്തകർ തല്ലി തകർത്തത്. എന്തായാലും രണ്ടു കൂട്ടർക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പോലീസ് കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് അത് വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ പെട്ടെന്ന് തന്നെ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ സാധിച്ചത്. എന്തായാലും പോലീസിന്റെ വലിയൊരു സന്നാഹം ഇപ്പോഴും ഈ വീടിന് മുന്നിലുണ്ട്. എന്തായാലും രണ്ടു കൂട്ടർക്കും നമുക്കറിയാവുന്ന പോലെ ഇത്തവണ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ ജോസ് കെ മാണി വിഭാഗത്തിന് സാധിച്ചില്ല. അതൊരു വലിയ പ്രശ്നമായി തന്നെ അവർക്ക് മാനസികമായി തന്നെ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ആഹ്ലാദ പ്രകടനം. 7 സീറ്റ് വിജയിച്ച് കേരള കോൺഗ്രസ് പ്രവർത്തകർ അതിലെ വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു മാനസിക സംഘർഷം അവിടെ കേരള കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായിരുന്നു. അതിന് തമ്മിലുള്ള വൈകാരികമായിട്ട് നമുക്കറിയാവുന്നതാണ്, കേരള കോൺഗ്രസ് ഏറ്റുമുട്ടിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ വൈകാരികമായിട്ടുള്ള ഒരു പോരാണ് നടന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. അതിന്റെ ഒരു ബാക്കിപത്രം എന്ന് വേണമെങ്കിൽ പറയാൻ നമുക്ക്. വലിയ സംഘർഷം ഉണ്ടായത്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. പക്ഷേ വരും മണിക്കൂറുകളിലും അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കോട്ടയം ജില്ലയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.